അൻവറിന്റെ ലക്ഷ്യം എന്താണ്? അൻവർ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും അൻവർ പല ഘട്ടങ്ങളിലായി കടകം മറിഞ്ഞ് അൻവർ എന്ന സാന്നിധ്യം, അൻവർ എന്ന ഫാക്ടർ ആർക്ക് ഗുണം ചെയ്യും, ആർക്ക് ദോഷം ചെയ്യും എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ്. അൻവർ പല ഘട്ടങ്ങളിലായി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജനുവരിയിൽ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത് പിണറായിസത്തിനോടുള്ള എതിർപ്പാണ് എന്ന് പറയുന്നു. പിണറായി വിജയൻ സർക്കാരിൽ പിണറായി വിജയന്റെ പോലീസ് നടത്തിയിരിക്കുന്ന അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ RSSുമായുള്ള പോലീസിന്റെ ബന്ധം, അതിന് മൗനം അവലംബിച്ച് അതിൻ്റെ ഗുണഭോക്താവായി നിൽക്കുന്ന പിണറായി വിജയൻ, ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നു താൻ UDFന് വേണ്ടിയിട്ടാണ്, ആ സീറ്റ് UDFന് നൽകാൻ വേണ്ടിയിട്ടായിരുന്നു രാജിവെച്ചത് എന്ന്. അതെത്രത്തോളം നമുക്ക് ദഹിക്കുന്നതാണ്? കാരണം ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രതികരണം അൻവറിനെ ഒന്ന് അത്ര അടുപ്പിച്ചിട്ടൊന്നുമല്ല നിന്നിരുന്നത്. അൻവർ പറയുന്നത് നോക്കാം, കേൾക്കാം എന്ന രൂപത്തിലാണ് അന്നൊക്കെ നേതാക്കളുടെ പ്രതികരണം കണ്ടിരുന്നത്. ബേപ്പൂർ നൽകാമെന്ന് ഏത് നേതാവ് പറഞ്ഞു എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലും പറഞ്ഞതായിട്ടല്ല. കോഴിക്കോട്ടെ നേതാക്കളുമായിട്ടൊക്കെ സംസാരിച്ച ഘട്ടത്തിൽ നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞ വർത്തമാനത്തിൽ പറഞ്ഞു പോകുന്ന വാചകങ്ങളെയാണ് അദ്ദേഹം ഒരു ഉറപ്പായി വ്യാഖ്യാനിച്ചുകൊണ്ട് വാർത്താസമ്മേളനത്തിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ ഒരു അപശബ്ദമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു വിഷയമാണ് അവിടെ നിൽക്കുന്നത്.